ഹായ് ഹലോ നമസ്കാരം. ഏവർക്കും PSC മൈൻഡ് ബൂസ്റ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് ജനുവരി 5 മുതൽ ജനുവരി 10 വരെയുള്ള കറണ്ട് അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വസ്തുതകളാണ്. ഓരോന്നായിട്ട് പരിശോധിക്കാം. ഫസ്റ്റ് പോയിന്റ്, ഒരു ചരമവാർത്തയാണ് ഭാവഗായകന് വിട. അതായത് പി ജയചന്ദ്രൻ്റെ മരണവാർത്ത നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട വസ്തുതകൾ ഇനിയുള്ള PSC പരീക്ഷകളിൽ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വസ്തുതകളൊന്നും മനസ്സിലാക്കി വെച്ചുകൊള്ളാം. ഒന്നാമത്തെ കാര്യം, മരിച്ച ദിവസം, മരണ ദിവസം 2025 ജനുവരി 9. അതേപോലെ അദ്ദേഹത്തിൻ്റെ ആദ്യ ചലച്ചിത്ര ഗാനമാണ് ഒരു മുല്ലപ്പൂ മാലയുമായി എന്ന് തുടങ്ങുന്ന ഗാനം. ഒരു മുല്ലപ്പൂ മാലയുമായി എന്നത് തുടങ്ങുന്നത് ഗാനം. ചിത്രം കുഞ്ഞാലി മരക്കാറിലെ ഒരു മുല്ലപ്പൂ മാലയുമായി എന്ന രീതിയിൽ തുടങ്ങുന്ന ഗാനമാണ് ആദ്യ ചലച്ചിത്ര ഗാനം. നെക്സ്റ്റ്, 1986 മികച്ച പിന്നണി ഗായകനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം ഇദ്ദേഹത്തിന് ലഭിക്കുന്നത്. ഗാനം ശിവശങ്കര സർവശരണ്യ വിധോ എന്ന് തുടങ്ങുന്ന ഗാനം, അതായത് ശ്രീനാരായണ ഗുരു എന്ന സിനിമയിലെ ശിവശങ്കര സർവശരണ്യ വിധോ എന്ന രീതി തുടങ്ങുന്ന ഗാനം. 5 തവണ മികച്ച പിന്നണി ഗായകനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. 2020 JC ഡാനിയൽ പുരസ്കാരം ലഭിക്കുന്നത്. JC ഡാനിയൽ പുരസ്കാരം പി ജയചന്ദ്രന് കിട്ടുന്നത് 2020. അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് ഏകാന്ത പഥികൻ ഞാൻ എന്നതാണ് അദ്ദേഹത്തിൻ്റെ ആത്മകഥ. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ പി ജയചന്ദ്രനായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ആലോചിച്ച് വെക്കേണ്ടത്. നെക്സ്റ്റ്, അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, 2025 ജനുവരിയിലെ ഫിഡെ ചെസ് റാങ്കിങ്ങിൽ ഓപ്പൺ വിഭാഗത്തിൽ 1ാം സ്ഥാനത്തുള്ള താരമാരാണെന്ന്. ഫിഡെ ചെസ് റാങ്കിങ്ങിൽ ഓപ്പൺ വിഭാഗത്തിൽ 2025 ജനുവരിയിൽ 1ാം സ്ഥാനത്തുള്ള താരമാണ് മാഗ്നസ് കാൾസൻ. നോർവേ താരമാണ് മാഗ്നസ് കാൾസൻ. നോർവേ താരമാണെന്ന് ആലോചിച്ച് വെക്കുക. അതേപോലെ തന്നെ അടുത്ത കാര്യം ഇതുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കി വെക്കേണ്ടത്, 2025 ജനുവരിയിലെ ഫിഡെ ചെസ് റാങ്കിങ്ങിൽ ആദ്യ 10 ഉൾപ്പെട്ട ഇന്ത്യൻ താരങ്ങൾ ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കണം. ഓക്കെ, ഫസ്റ്റ് വൺ അർജുൻ എറിഗൈസി ആണ്. 4ാം സ്ഥാനത്തുള്ള താരമാണ് അർജുൻ എറിഗൈസി. അടുത്തായിട്ട് ഡി ഗുഗേഷ് അല്ലെങ്കിൽ ഗുഗേഷ് ഡി 5ാം സ്ഥാനത്തുള്ള താരമാണ്. ഗുഗേഷിൻ്റെ ആ വിജയ വാർത്തയെല്ലാം നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ 5ാം സ്ഥാനത്താണ് ഗുഗേഷ് ഡി. 10ാം സ്ഥാനത്ത് വിശ്വനാഥൻ ആനന്ദും കൂടെ ഉണ്ട്. ഈ 3 താരങ്ങളാണ് ഫിഡെ ചെസ് റാങ്കിങ്ങിൽ ആദ്യ 10 ഉൾപ്പെട്ട ഇന്ത്യൻ താരങ്ങൾ. അർജുൻ എറിഗൈസി, ഗുഗേഷ് ഡി, വിശ്വനാഥൻ ആനന്ദ്. നെക്സ്റ്റ്, സ്തനാർബുദ ചികിത്സയ്ക്കായി ഹൈഡ്രോജൽ വികസിപ്പിച്ചെടുക്കുന്നതിൽ കൊൽക്കത്ത ബോസ് ഇൻസ്റ്റിറ്റ്യൂട്ടുമായി സഹകരിച്ചത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ IIT ഗുവാഹത്തിയാണ് സ്തനാർബുദ ചികിത്സയ്ക്കായി ഹൈഡ്രോജൽ വികസിപ്പിച്ചെടുക്കുന്നതിൽ കൊൽക്കത്ത ബോസ് ഇൻസ്റ്റിറ്റ്യൂട്ടുമായി സഹകരിച്ച സ്ഥാപനം. നെക്സ്റ്റ്, അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, 2024 ചൂടിനെ പറ്റി നമുക്കറിയാം. 1901 ശേഷം ഇന്ത്യയിലെ ഏറ്റവും ചൂടേറിയ വർഷം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2024 എന്നുള്ള കാര്യം അവിടെ ഓർത്ത് വെച്ചുള്ള. 1901 ശേഷമുള്ള ഏറ്റവും ചൂട് ഇന്ത്യയിൽ അനുഭവപ്പെട്ടത് 2024. നെക്സ്റ്റ്, മൊത്തം വിപണിയിലെ വിലക്കയറ്റ നിരക്ക് നിർണ്ണയിക്കുന്ന രീതി പരിഷ്കരിക്കാനുള്ള സമിതിയുടെ അധ്യക്ഷൻ. മൊത്തം വിപണിയിലെ വിലക്കയറ്റ നിരക്ക് നിർണ്ണയിക്കുന്ന രീതി പരിഷ്കരിക്കുന്നതിനായുള്ള സമിതിയുടെ അധ്യക്ഷനായി നിലവിൽ വന്നിട്ടുള്ളത് രമേശ് ചന്ദാണ് ആ രീതിയിൽ അധ്യക്ഷനായി മാറിയിട്ടുള്ളത്. നെക്സ്റ്റ്, ഗുജറാത്തിൽ നിലവിൽ വരുന്ന 34ാമതായൊരു ജില്ല ഗുജറാത്തിൽ നിലവിൽ വന്നു. ജില്ല വാവ്ദാറാഡ് ആണ് ഗുജറാത്തിലെ പുതിയ ജില്ല അല്ലെങ്കിൽ 34ാമത് ജില്ല. നെക്സ്റ്റ്, അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, അടുത്തിടെ US പടർന്നു പിടിച്ച വൈറസ് ഏതാണെന്നുള്ളത്. US പടർന്നു പിടിച്ച വൈറസ് നോറോ വൈറസ്. നമ്മൾ കേട്ടിട്ടുണ്ടാവും. അടുത്തിടെ ചൈനയിൽ ഒരു വൈറസ് പടർന്നു പിടിച്ചിട്ടുണ്ട്. ആ വൈറസിന്റെ പേരാണ് HMPV. ഓക്കെ, ഇന്ത്യയിൽ ആദ്യമായിട്ട് HMPV വന്ന സ്ഥലം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്ത സ്ഥലം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാംഗ്ലൂരാണ്. ഓക്കെ, പറഞ്ഞ കാര്യം ഇതാണ്. US പടർന്നു പിടിച്ചാണെങ്കിൽ നോറോ വൈറസ്, ചൈനയിലാണെങ്കിൽ HMPV കേസ് ഇന്ത്യയിൽ ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് ബാംഗ്ലൂരുമാണ്. ഇത്രയും കാര്യങ്ങളൊന്ന് ആലോചിച്ച് വെക്കുക.
നെക്സ്റ്റ്, ഇന്തോനേഷ്യ ബ്രിക്സിൽ 10ാം പൂർണ്ണ അംഗമായി. ബ്രിക്സുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വസ്തുതകൾ നമ്മൾ എന്ത് ചെയ്യും, മറ്റൊരു വീഡിയോയിൽ ചർച്ച ചെയ്യും. ഇപ്പം മനസ്സിലാക്കി വെക്കുക, ബ്രിക്സിൽ നിലവിൽ 10 അംഗങ്ങളാണുള്ളത്. അവസാനമായിട്ട് അംഗത്വം നേടിയിട്ടുള്ളത് ഇന്തോനേഷ്യ ആണ്. 10ാമതായിട്ട് പൂർണ്ണ അംഗമായിട്ട് ഇന്തോനേഷ്യ മാറിയിട്ടുണ്ട്. നെക്സ്റ്റ്, 2025 ജനുവരിയിൽ ഇന്ത്യ സന്ദർശിച്ച യുഎസിന്റെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ഇന്ത്യ സന്ദർശിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ പേരാണ് ജെയ്ക്ക് സള്ളിവൻ. ജെയ്ക്ക് സള്ളിവൻ ആണ് അദ്ദേഹത്തിന്റെ പേര്. നെക്സ്റ്റ്, ബോർഡർ ഗവാസ്കർ ട്രോഫി 2024-2025 സീസൺ ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയാണ്. ജേതാക്കൾ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓസ്ട്രേലിയയാണ്. അതായത് ഇന്ത്യ ഓസ്ട്രേലിയ പരമ്പരയിൽ വിന്നർ ആയിരിക്കുന്നത് ഓസ്ട്രേലിയയാണ്. 2024-25 സീസണിലുള്ള ബോർഡർ ഗവാസ്കർ ട്രോഫി. നെക്സ്റ്റ്, BCCIയുടെ പുതിയ സെക്രട്ടറി ദേവജീത് സൈക്കിയാണ് BCCIയുടെ പുതിയ സെക്രട്ടറി. 2025 യുഎസിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ പ്രസിഡൻഷ്യൽ മെഡൽ ഓഫ് ഫ്രീഡത്തിന് അർഹനായ ഫുട്ബോൾ താരം. 2025 യുഎസിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ പ്രസിഡൻഷ്യൽ മെഡൽ ഓഫ് ഫ്രീഡത്തിന് അർഹനായ ഫുട്ബോൾ താരമാണ് ലയണൽ മെസ്സി ആണ് ആ നേട്ടം കൈവരിച്ചിട്ടുള്ളത്. ഓക്കെ, 2025 ജനുവരി 5 മുതൽ 10 വരെയുള്ള കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് 2025 ജനുവരി 5 മുതൽ 10 വരെയുള്ള കാര്യത്തിൽ ബ്രിക്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യവും അതേപോലെ തന്നെ ഗോൾഡൻ ഗ്ലോബുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും നമ്മൾ മറ്റൊരു വീഡിയോയിൽ ചിത്രീകരിക്കും. അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ തുടർന്നും കാണുക. ഓക്കെ, താങ്ക്